ലൈഫിൽ ഈ ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിക്ക് മുട്ടൂല. എന്താണ്? സെയിൽസാണ്. സെല്ലിംഗ് സ്കിൽ. അയ്യേ സെയിൽസോ? സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ മോൾ ഒരു സെയിൽസ് വുമൺ ആക്കണം, എൻ്റെ മോൻ ഒരു സെയിൽസ്മാൻ ആക്കണം എന്ന് പറയുന്ന ആരെങ്കിലും പാരൻസ് ഇവിടെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ അങ്ങനെ പറയുന്ന ഏതെങ്കിലും പാരന്റിനെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെയുള്ള കുട്ടികളിൽ ആരെങ്കിലും എനിക്കൊരു സെയിൽസ്മാൻ ആവണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരാളും പറയൂല. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന പ്രൊഫഷൻ ഏതാ? ഇറ്റ് ഇസ് സെയിൽസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിഇഒമാരുണ്ടാകുന്ന ഏത് പ്രൊഫഷനിൽ നിന്നാ? സെയിൽസിൽ നിന്നാ. ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചായ ആളുകളെല്ലാം മികച്ച സെയിൽസ്മാൻമാരാ. സ്റ്റീവ് ജോബ്സ് ഈസ് ദ ബെസ്റ്റ് സെയിൽസ്മാൻ. MA യൂസഫ് അലി ഈസ് ദ ബെസ്റ്റ് സെയിൽസ്മാൻ. സെല്ലിംഗ് ആണ് നടക്കുന്നത്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കൺവേയിങ് ഹിസ് കാപ്പബിലിറ്റി, ഐഡിയ. കാരണം നിങ്ങൾ എന്തുകൊണ്ട് സെയിൽസ് പഠിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് നടക്കുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇന്റർവ്യൂവിന് നടക്കുന്നത് നിങ്ങളെ സെല്ല് ചെയ്യാനാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ദിസ് ഇസ് മൈ കാപ്പബിലിറ്റി, ഐ ആം എലിജിബിൾ ടു ഗെറ്റ് ദിസ് മണി എന്ന് പറഞ്ഞ് ഞാൻ എനിക്കിട്ടിരിക്കുന്ന വില ഇതാണ്, ഞാൻ എനിക്കിട്ടിരിക്കുന്ന വില ഇത്, എൻ്റെ കാപ്പബിലിറ്റി, എൻ്റെ ക്വാളിഫിക്കേഷൻ, ഇതിനൊക്കെയുള്ള വില ഇതാണ്, എനിക്കിതിന് അർഹതയുണ്ട് എന്നുള്ള സെല്ലിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, അല്ലേ? സെയിൽസ് പഠിച്ചാൽ, സെയിൽസ് പഠിക്കാൻ പറ്റുന്ന സ്കില്ലാട്ടോ. പക്ഷെ നമ്മുടെ ഉള്ളിൽ സെയിൽസിനെ കുറിച്ച് മോശം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഏജന്റുമാർ ഒക്കെ നമ്മളെ പുറകെ നടന്ന് വെറുപ്പിച്ച് ശല്യം ചെയ്ത് സെയിൽസിനെ കുറിച്ച് ഒരു മോശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, സെയിൽസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ എവറിബഡി ഷുഡ് ഹാവ്. കാരണം സെയിൽസ് പഠിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് നോ ഹൗ ടു മാനേജ് ഈച്ച് സിറ്റുവേഷൻ, ഹൗ ടു ടാക്കിൾ ഈച്ച് ആൻഡ് എവറിബഡീസ് മൈൻഡ് സെറ്റ്. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ടാവും. ഏത് സാഹചര്യത്തിലും നിങ്ങൾ പൂച്ചയെ കണ്ടിട്ടില്ല, എങ്ങനെ വീണാലും 4 കാലിൽ വീഴുക, അത് തന്നെയാണ് ഒരു സെയിൽസ്മാൻ. മാത്രമല്ല സെയിൽസ്മാൻ്റെ ഫാമിലി ലൈഫ് മറ്റുള്ള ആരെക്കാളും സക്സസ്ഫുൾ ആയിരിക്കും. കാരണം തെറി വിളിക്കുന്ന, നോ പറയുന്ന, വേണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ മാനേജ് ചെയ്ത സമയത്ത് കുറച്ച് പ്രശ്നക്കാരിയായ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സെയിൽസ്മാന് പ്രത്യേക കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരാളും മിനിമം ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവ്. നിങ്ങൾ പാട്ടുകാരനാണെങ്കിലും നിങ്ങളെ ഗ്ലോബലി സെല് ചെയ്യാൻ പറ്റണം. ഞാനൊരു ട്രെയിനറാണെന്ന് പറയുമെങ്കിലും ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ സെയിൽസ്മാനാണ്. കാരണം എൻ്റെ ട്രെയിനിങ്ങിനെ ഞാൻ സെല്ല് ചെയ്യാറാണ് പതിവ്. ദിസ് ഇസ് മൈ പ്രൈസ് ആൻഡ് മൈ വാല്യൂ ഇസ് ദിസ് ആൻഡ് യു ഹാവ് ടു ഗിവ് മീ മൈ മണി എന്ന് കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള, പ്രൈസ് പറയാനുള്ള, വാല്യൂ സെറ്റ് ചെയ്യാനുള്ള, എൻ്റെ കാപ്പബിലിറ്റി വിൽക്കേണ്ടടുത്ത് വിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല മക്കളെ സെയിൽസ്മാൻ ആക്കണമെന്ന്. പക്ഷെ നിങ്ങൾ സെയിൽസ് പഠിച്ചാൽ നിങ്ങൾ ഏത് മേഖലയിൽ, ആസ് എ ടീച്ചർ, ആസ് എ ഡോക്ടർ, ആസ് എ പ്രൊഫഷൻ, ആസ് എ ബിസിനസ്മാൻ, യു വിൽ ബിക്കം ഹ്യൂജ് സക്സസ്ഫുൾ. അത് വിൽക്കാൻ അറിയാത്തതുകൊണ്ടാണ് കുറഞ്ഞ ശമ്പളത്തിനും നല്ല കഴിവുണ്ടായിട്ട് പോലും, നല്ല കഴിവുള്ള ഇഷ്ടം പോലെ ആളുകളില്ലേ. യേശുദാസിനെക്കാളും നന്നായി പാടാൻ അറിയുന്ന എത്ര പേരുണ്ട് ഇവിടെ? പക്ഷെ യേശുദാസിനെ പോലെ അത് വിൽക്കാൻ അറിയില്ല. മമ്മൂട്ടിയേക്കാളും നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന എത്ര പേരുണ്ട് ഇവിടെ? പക്ഷെ സംവിധായകന്റെ മുന്നിൽ ചെന്നിട്ട് എൻ്റെ അഭിനയ കാപ്പബിലിറ്റിയെ വിൽക്കാൻ അറിയില്ല. എന്നെക്കാളും നന്നായിട്ട് ട്രെയിനിങ് എടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, എനിക്കറിയാം. നല്ല കണ്ടന്റ് ഉള്ള, നല്ല കോമ്പറ്റൻസി ഉള്ള, നല്ല കാപ്പബിലിറ്റി ഉള്ള. പക്ഷെ ഞാൻ വാങ്ങുന്ന ഫീസിന്റെ 10 വാങ്ങാത്ത ആളുകളുണ്ട്. ബിക്കോസ് എനിക്ക് ട്രെയിനിങ് എടുക്കാൻ മാത്രമല്ല, എന്നെ നന്നായിട്ട് വിൽക്കാനും അറിയാം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് സെയിൽസ്. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ നിന്ന് കഴിഞ്ഞാലും ലേൺ ഹൗ ടു സെൽ യുവർ സെൽഫ്. കാരണം ഇന്ന് പേഴ്സണൽ സെല്ലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് യു വാല്യൂ. ഇഫ് യു ഡോണ്ട് നോ ദിസ് യു വിൽ ഹാവ് ടു ഒബേ സംബഡീസ് കണ്ടീഷൻ. നിങ്ങൾക്ക് നിങ്ങളെ വിൽക്കാൻ അറിയില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കണ്ടീഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും, നിങ്ങൾ ജീവിക്കേണ്ടി വരും. ഇഫ് യു നോ ഹൗ ടു സെൽ യു ക്യാൻ ലിവ് യുവർ ലൈഫ് ഓൺ യുവർ ഓൺ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ്